C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആമി, ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ? ഓ പാപ്പ, ഇപ്പൊ വരാവേ. ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇവിടെ ബാലുവിന്റെ കാര്യത്തിന്റെ കേസും മറ്റും ഉണ്ടായിട്ടും അതിനെപ്പറ്റി അവിടെ നിന്ന് ആരും ഒരു കുറ്റപ്പെടുത്തലായിട്ട് പോലും പറഞ്ഞില്ലല്ലോ എന്ന്. ആ നന്മയ്ക്ക് നന്ദി പറയാ ഞാൻ. എന്താ അമ്മി ഇത്? ഒക്കെ മോന്റെ ജാതകദോഷം അല്ലാതെന്താ? പപ്പ വീട്ടിൽ വെച്ച് പറഞ്ഞതെന്താന്നറിയോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കൽത്തോട്ടത്തിലേക്ക് ഒന്ന് ചെല്ലുന്നത് ആമിക്കൊരാശ്വാസമായിരിക്കുമെന്ന്. അതെ. നീ ഇതെവിടെ പോകുന്നു മോനെ? അത് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക. അതിന് വെള്ളം അവിടെയാണോ ഇരിക്കുന്നേ? അത് വാഷ്റൂമിൽ പോയിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? ഇയാളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതേതിനാന്ന് ഇയാള് വിചാരിച്ചോ? വിചാരിച്ച എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ഈ 21-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്റെ ഈ ബലം പിടുത്തം ചാടയൊക്കെ ഞാനങ്ങ് തീർക്കും കേട്ടോ. തീർക്കാനേ എന്റെ പൊന്നുമോൻ ഇങ്ങോട്ട് വാ. എന്നാ ഇപ്പൊ തന്നെ തീർത്തേക്കാം കേട്ടോ. സിദ്ധുവേട്ടാ, ഓ വിട്ടെ. എന്ത് പറ്റി? അതെ, നമ്മൾ സൂക്ഷിക്കണം. എന്ത് പറ്റി? നമ്മുടെ ഈ സന്തോഷങ്ങളെ തല്ലിക്കെടുത്താനായിട്ട് അവരെന്ത് മാർഗവും സ്വീകരിക്കും. ഈ ബാലു റിയൊക്കെ പോലീസ് കസ്റ്റഡിയിലായിട്ടും ശിവേട്ടനും ഏട്ടത്തിയും ആ തള്ളയൊക്കെ ഇപ്പോഴും വാശിയിലാവും നമ്മുടെ കല്യാണം നടത്താതിരിക്കാൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും സിദ്ധുവേട്ടാ? അവരിനി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സിയെ തന്നെ അവരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുവോ? എടോ, പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയവരാ നമ്മൾ. ആ കണ്ടുമുട്ടല് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇണങ്ങിയും പിണങ്ങിയും ഇവിടെ വരെ എത്തി. ഒരു പുതിയ ജീവിതത്തിന്റെ പടിവാതിൽക്കൽ. അങ്ങനെ നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ 21-ാം തീയതി തന്നെ ഈ അഹങ്കാരി പെണ്ണിനെ ഞാനങ്ങ് സ്വന്തമാക്കും. അതിനി 21-ാം തീയതി ആവട്ടെ. എനിക്കെന്റെ ഫോണൊന്ന് വേണം. അഡ്വക്കേറ്റിനോട് സംസാരിക്കാനാ. അഡ്വക്കേറ്റിനോടൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ട്. അതവനല്ലേ, എനിക്ക് സംസാരിക്കണം. ആ, അത് നോക്കാം. വാ. എങ്ങോട്ടാ മാഡം? തെളിവെടുപ്പിനാ. വാ ഇങ്ങോട്ട്. കേറ്. കൊച്ചാ, നമ്മുടെ കുടുംബ സ്വത്തായ സൊനാലി ബംഗ്ലാവും കുടുംബവും മൊത്തം ചേട്ടന്. അതായിരുന്നു ചേട്ടന്റെ ഡിമാൻഡ്. ഇതെനിക്ക് തരാനായിരുന്നു പപ്പയുടെ ഉദ്ദേശം. പക്ഷേ ചേട്ടൻ അത് പോരാന്ന്. ഒരു തർക്കവും വഴക്കവും ഒഴിവാക്കാനായിട്ട് അന്ന് ഞാനത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ചേട്ടൻ തൃപ്തിപ്പെടുവാണെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷെ ആ തീരുമാനം ഞാനൊന്നങ്ങ് മാറ്റി പിടിക്കാൻ പോവാ. എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പപ്പ ഇതെനിക്ക് എന്നപ്പോ ചേട്ടൻ എന്തോ ഉദ്ദേശിച്ചേ അത് തന്നെ. വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കാം.
വീട്ടിൽ 2 മക്കളുള്ളപ്പോ കുടുംബ സ്വത്തിൽ 2 പേർക്കും തുല്യ അവകാശമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വീടും സ്ഥലവും ശിവേട്ടന് മാത്രമായിട്ട് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. പകുതി എനിക്കും വേണമെന്ന് മനസ്സിലായോ? നീ എന്തൊക്കെയാ സിദ്ധു ഈ പറയുന്നേ? വീട് 2ആയിട്ട് വെട്ടിമുറിക്കണമെന്നായിരിക്കും. ശിവ പപ്പയെ കോടതി കയറ്റാൻ പോകുന്നെന്ന് പറഞ്ഞ് നീ വലിയ ചാട്ടമായിരുന്നല്ലോ. നീ ഇപ്പൊ കേസിന് പോകുന്നതിന് ഒരു കുഴപ്പമില്ലേ? അതിനിവിടെ ആര് കേസിന് പോന്നു? അല്ലാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യാനേ എനിക്കറിയാം. എന്താ സിദ്ധുമോനെ ഇത്? നിനക്കിങ്ങനെ ഒരു മനമാറ്റം വരാൻ കാരണം എന്താ? കാരണമുണ്ട്. അത് ഞാനേ പറയേണ്ടപ്പോ പറയാം. സമയാവട്ടെ. ചേട്ടൻ എന്ത് പറയുന്നു? ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. ഇവിടെ 2 ആൺമക്കളുടെ സ്വത്താണല്ലോ ചർച്ചാ വിഷയം. എനിക്ക് 2 പെൺപിള്ളേരാ. ശിവ ഞങ്ങളുടെ കൊച്ചരക്കിൽ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഒട്ടും മോശമായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണമുണ്ട്. അതങ്ങ് മാറും. ഈ കേസൊന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ ഇവിടെ ഇപ്പൊ നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, വീടിന്റെ പകുതി, 10 സെന്റ് സ്ഥലം, ഷട്ടറിട്ട 4 മുറി കട, അതൊക്കെ ശിവയ്ക്ക് കൊടുത്ത് ഒതുക്കാനുള്ള നീക്കമുണ്ടല്ലോ, അത് നടക്കത്തില്ല. ഇളയ മോനും വഴിയെ പോയി ഏതോ ഒരു പെണ്ണിനും സ്വത്തിന്റെ 3/4 പങ്കും കൊടുത്തിട്ട് മൂത്ത മോനെ പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ശിവയെ ഇവിടെ ആരും പറ്റിക്കുന്നില്ലല്ലോ ദേവികെ. വാക്കാൻ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിലോ? സൊണാലി ബംഗ്ലാവ് ശിവ മോഹിച്ചതാ. അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇതേ നിങ്ങളുടെ മോന്റെ മാത്രമല്ല, എന്റെ മോളുടെയും ജീവിത പ്രശ്നം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.